അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ അരീക്കോട് മേഖലാ പ്രസിഡന്റ് ഷാഫി അമാനി. പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ സമസ്തയുടെ നേതാക്കളായ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെയും MT ഉസ്താദിനെയും ഗരോവ ചെയ്തു എന്ന വാർത്ത തീർത്തും വസ്തുതാ വിരുദ്ധമാണ്. ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. മറിച്ച് ചില വിഷയങ്ങളുമായി ചർച്ച ചെയ്യാൻ നേരത്തെ സമയം ചോദിച്ച് ഉസ്താദുമാരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അടച്ചിട്ട റൂമിൽ നിന്ന് ചർച്ച നടത്തിയിട്ടുണ്ട്. അല്ലാതെ ഗരോവ ചെയ്തു എന്നത് തീർത്തും തെറ്റാണ്. ഞാൻ ആ പരിപാടിക്ക് അവിടെ ഉണ്ടായിരുന്നു. ആ റൂമിൽ ചർച്ച നടക്കുമ്പോൾ നമ്മൾ പുറത്തുണ്ടായിരുന്നു. ചില വീഡിയോ ക്ലിപ്പുകൾ വെച്ചിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് അത് വളരെ മോശമാണ് എന്നറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതായാലും ഷജറകൾ ഇങ്ങനെ ഊഹങ്ങൾ വെച്ച് ആത്മസംതൃപ്തി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട്, സമസ്തയുടെ നേതാക്കന്മാരോട്, സയ്യിദുൽ ഉലമയോടും MT സാറിനോടൊക്കെ സമയം ചോദിച്ച് അവരുടെ പറഞ്ഞ അഭിപ്രായത്തിനനുസരിച്ചാണ് നമ്മുടെ നേതാക്കന്മാർ ഇവരെ കാണാൻ പോയിട്ടുള്ളത്. കണ്ടിട്ടുണ്ടെന്നല്ല, മാന്യമായ രീതിയിൽ വളരെയേറെ സന്തോഷത്തോടുകൂടി ചേർത്ത് പിടിച്ചിട്ടാണ് നമ്മുടെ നേതാക്കന്മാരോട് സംസാരിച്ചിട്ടുള്ളത്. ഈ ഷജറ മരക്കുറ്റികൾ പ്രചരിപ്പിക്കുന്നത് പോലെ അല്ല. നാസർ ഫൈസി കുറച്ച് വിട്ടായിരുന്നു. നാസർ ഫൈസിയെ അടുത്തേക്ക് വിളിച്ചിരുത്തിയിട്ടുണ്ട് MT ഉസ്താദ്, ചേർത്ത് പിടിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? നമ്മുടെ എല്ലാ നേതാക്കന്മാരെയും. എന്ന് മാത്രമല്ല, ഇതേപോലെ കട്ട് വീഡിയോസ് എടുക്കുന്ന ഷജറ മരക്കുറ്റികൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ, പ്രത്യേകിച്ച് സയ്യിദുൽ ഉലമ പറഞ്ഞു പോലും വാതിൽ കുറ്റിയിട്ടളിയെന്ന്. അതെന്താ പറയുക, ഇതേപോലുള്ള ഷജറകൾ ഉണ്ടാവും എവിടെയെങ്കിലും ഒളിഞ്ഞു നിന്ന് വീഡിയോ എടുക്കാനോ സംസാരം പകർത്താനോ കാത്തു നിൽക്കുന്ന ഷജറകൾ. മനസ്സിലായില്ലേ? അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് വാതിലൊക്കെ കൂറ്റിയിട്ട് നല്ല രീതിയിലുള്ള സംസാരങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. നമ്മുടെ നേതാക്കന്മാർ ഒരുപാട് വിഷയങ്ങൾ അറിയാതെ പോകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇന്ന് സംഘടനയിൽ ഉണ്ട്. അപ്പം ആ കാര്യം നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ നിർവഹിക്കാൻ പോയി. ഈ ഷജറകളെ നമുക്ക് വെല്ലുവിളിക്കാം. ആ പോയ നേതാക്കന്മാരോട് ആരെങ്കിലും കയർത്തിട്ട് അവിടെ നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടെന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു മാരക്കുറ്റികളോട്. അല്ലാതെ എന്ത് പറയാനാ? ഇവർക്ക് ഒരു ഹക്ക് ഇവരെ കൂടെ പറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? നേതാക്കന്മാർ പോയി വളരെയേറെ സന്തോഷത്തോടെയാണ് സംസാരിച്ചത്. എല്ലാ വിഷയങ്ങളും സംസാരിച്ചിട്ടുണ്ട്. പിന്നെ കാര്യങ്ങളൊക്കെ നേതാക്കന്മാർക്ക് മനസ്സിലായിട്ടുണ്ട്. ചേർത്ത് പിടിച്ചിട്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. അതല്ലാതെ ഇവർ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു അസ്വസ്ഥരും നമ്മുടെ നേതാക്കന്മാരായിട്ടില്ല. നമ്മുടെ നേതാക്കന്മാർ മുഴുവനും സംതൃപ്തരാണ്, സന്തോഷവാന്മാരാണ്. നേതാക്കന്മാരുമായുള്ള കൂടിക്കാഴ്ചയില്ലെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഷജറകൾ അങ്ങനെ കരഞ്ഞുകൊണ്ടേ നടക്കട്ടെ, നമ്മളതിൻ്റെ വേക്ക് പോകണ്ട. നമുക്ക് നമ്മുടെ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ഒരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ നേതാക്കന്മാർ നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. റബ്ബ് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.